പ്രൈസ് ദി ലോർഡ്. നാഥനാഥുകൊണ്ടിരിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. വേദോസ്ത അടിസ്ഥാനത്തിൽ നാം എങ്ങനെ ഓടണം, ഹല്ലേലൂയ, നാം എവിടേക്ക് ഓടുന്ന നിത്യതയിലേക്ക്, ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച്, ഹല്ലേലൂയ, സ്തോത്രം, നിത്യതയിലേക്ക് നാം ഓടുകയാണ്. ജീവിതത്തിൽ ഓരോ ദിവസവും, ഹല്ലേലൂയ, അതിനായി നമ്മളെ തന്നെ, ഹല്ലേലൂയ, സ്തോത്രം, ക്രമപ്പെടുത്തിയും ശുദ്ധീകരിച്ചും, ഹല്ലേലൂയ, വിശുദ്ധീകരിച്ചും, ഹല്ലേലൂയ, നാം മുന്നേറുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ഇന്ന് കാഹളം ധ്വനിച്ചാൽ നാം കർത്താവിനോട് എടുക്കടും, മരിച്ചാൽ കർത്താവിൻ്റെ വരവിൽ നാം ഉയർക്കുവാനിടയായിത്തീരും. നമ്മുടെ പ്രത്യാശ അതാകുന്നു. ഹല്ലേലൂയ. ഓരോ ദിവസം അതിനായിട്ട് സ്തോത്രം നമ്മുടെ ഹല്ലേലൂയ ഹൃദയങ്ങളെയും നിലവുകളെയും സ്തോത്രം പ്രവൃത്തികളെയും ക്രമീകരിച്ചുകൊണ്ട് മുന്നേറുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവവചന അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ ഓട്ടക്കളത്തിലെ ഓട്ടം, ഹല്ലേലൂയ, ഈ നിത്യതയിലേക്കുള്ള ഓട്ടം എങ്ങനെ ആയിരിക്കണമെന്ന് ദൈവവചനം പറയുന്നു. ഹല്ലേലൂയ. അതിനൊന്നാമതായി സ്തോത്രം കൽപ്പനകളുടെ വഴികളിൽ നാം നടക്കണം. സ്തോത്രം. അതിന് സങ്കീർത്തനം 119:32 വാക്യത്തിൽ പറയുന്നു, നീ എൻ്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ നിന്റെ കൽപ്പനകളുടെ വഴികളിൽ നടക്കും. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ദൈവവചനത്തിൽ, ഹല്ലേലൂയ, എന്തെല്ലാം കാര്യങ്ങൾ അനുസരിക്കണം, നാം എങ്ങനെ ജീവിക്കണം, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തെ എങ്ങനെ ക്രമപ്പെടുത്തണം, നാം മാനസാന്തരപ്പെടണം, ദൈവകൽപ്പന അനുസരിക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നാമത് നിത്യയിലേക്ക് കടന്നു ചെയ്യണമെങ്കിൽ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന കൽപ്പനകളെ നമ്മൾ അനുസരിക്കണം. പലപ്പോഴും പല മനുഷ്യർക്കും സംശയമാണ്, എന്താണ് കൽപ്പനകൾ. ഹല്ലേലൂയ. നമുക്ക് വേദപുസ്തകം തന്നിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, വേദപുസ്തകം കൃത്യമായി വായിച്ച് പഠിച്ചിട്ട് ദൈവത്തോട് സംസാരിക്കാൻ, കർത്താവേ, നീ എൻ്റെ ആത്മീയ കണ്ണുകളെ തുറക്കണമേ, സ്തോത്ര, ദൈവകൽപ്പന അനുസരിപ്പാൻ നീ എനിക്ക് പറഞ്ഞു തരണമെന്ന് പറയുമ്പോൾ ദൈവം നമ്മളോട് പറഞ്ഞു തരുവാൻ ഇടയായിത്തീരും. നമ്മൾ ഒന്നാമത് മാനസാന്തരപ്പെടണം, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഹല്ലേലൂയ, സ്തോത്രം, രക്ഷിക്കപ്പെടണം. ഹല്ലേലൂയ. രക്ഷ എന്ന് പറയുന്നത്, ഹല്ലേലൂയ, കർത്താവായ യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇനി എന്നെ ചേർക്കാൻ വാനമേഘങ്ങൾ ഇനി വരുമെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും വായം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ പറ്റും. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിലെ, ഹല്ലേലൂയ, നമ്മളപ്പോൾ ദൈവകൽപ്പന അനുസരിക്കുന്നവരായി തീരണം. ദൈവവചനം വായിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അതെല്ലാം നമുക്ക്, ഹല്ലേലൂയ, വെളിപ്പെടുത്തി തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. രണ്ടാമത് നാം നിശ്ചയമുള്ളവരായി ഓടണം. ഹല്ലേലൂയ. ആരോ ഒരാൾ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തെ പിന്തുടരുന്നത് കേട്ടു, അതുകൊണ്ട് ഞാനും ആ വ്യക്തി, അല്ലെങ്കിൽ ഭാര്യ രക്ഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഭർത്താവ് രക്ഷിക്കപ്പെട്ടു, അതുകൊണ്ട് ഹല്ലേലൂയ, കൂടെയുള്ള ആൾക്കാർ ഞാനും ആ വ്യക്തി ആരാധിക്കുന്നിടത്ത് പോകുന്നു എന്ന് പറയുകയല്ല. എനിക്കൊരു നിശ്ചയം ഉണ്ടായിരിക്കണം. ഞാൻ ദൈവവുമായുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരണം. 1 കൊരിന്ത്യർ, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 9-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആകെ ഞാൻ നിശ്ചയമില്ലാത്തവണ്ണമല്ല ഓടുന്നത്, ആകാശത്തെ കുത്തുന്നത് പോലെ അല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. സ്തോത്രം. ചിലർ, ഹല്ലേലൂയ, ഒരാൾ ഇംഗില വിളിച്ച ബാക്കിയുള്ളവരെല്ലാം ഇംഗില വിളിക്കും. ഹല്ലേലൂയ. അവരെന്തിനാ വിളിക്കുന്നതെന്ന് അവർക്ക് അറിയത്തില്ല. സ്തോത്രം. നാം അങ്ങനെ ആയിത്തീരാതെ, ഞാൻ സേവിക്കുന്നത് എനിക്ക് വേണ്ടി മരിച്ച ഒരു യേശു, ഹല്ലേലൂയ, എന്നെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത എൻ്റെ യേശു, ആരൊക്കെ കൈവിട്ടാലും കൈവിടാത്ത ഒരു യേശു എൻ്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഞാൻ കർത്താവിൽ വിശ്വസിച്ച്, ഹല്ലേലൂയ, വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ ഞാൻ മരിച്ചാലും ജീവിക്കും. ഹല്ലേലൂയ. എനിക്ക് ആ നിത്യത ലഭിക്കും. ഞാൻ എൻ്റെ കർത്താവിനോട് കൂടെ ആയിരിക്കും എന്നുള്ള നിശ്ചയത്തോടെ പ്രശ്നങ്ങളെയും പ്രതികൂലങ്ങളെയും മധ്യത്തിൽ ഇവയൊന്നും എൻ്റെ യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ മാറ്റുവാൻ കഴിയുകയില്ല. കാരണം യേശു എനിക്ക് വേണ്ടി മരിച്ചു. ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എൻ്റെ പാപത്തിന് പകരമായി, എൻ്റെ ശിക്ഷയ്ക്ക് പകരമായി യേശു എന്നെ, ഹല്ലേലൂയ, എനിക്ക് പകരമായി മരിച്ചുവെങ്കിൽ, ആ സ്നേഹം ദൈവം എന്നോട് കാണിച്ചുവെങ്കിൽ ഞാനും ആ ദൈവത്തെ സ്നേഹിക്കുമെന്നുള്ള ആ പൂർണ്ണ നിശ്ചയമുള്ളവരായി, ഹല്ലേലൂയ, ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. മൂന്നാമത് പറയുന്നു, നാം വിരുദിനായി ഓടണം. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നു, ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ ബിരുദ് പ്രാപിക്കുന്നു എന്ന് അറിയുന്നില്ലയോ, നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. എല്ലാവരും ഓടുകയാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ രാവിലെ നാം എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, ഹല്ലേലൂയ, അതുപോലെ തന്നെ ഓരോ ദിവസവും, ഹല്ലേലൂയ, നമ്മളെല്ലാവരും ഓടുന്നു. പലരും പല രീതി കർത്താവിനെ സേവിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, എല്ലാവർക്കും ഫലം ലഭിക്കണമെന്നില്ല. ഓടുന്ന അനേകരുണ്ട്. നമുക്കറിയാം, 10 പേരെ ഒന്നിച്ച് ഓടിച്ചാൽ 10 പേർക്കും കിരീടം ലഭിക്കുന്നില്ല. അതിൽ ഒന്നാമത് ഓടിയ, ഹല്ലേലൂയ, നിയമപ്രകാരം ഓടിയ, കൃത്യതയോട് ഓടിയ, അവർ പറഞ്ഞ റൂളിന് പകരം ഓടിയ, റൂൾ പ്രകാരം ഓടിയ ഒരു വ്യക്തിക്കാണ് സ്തോത്രം അവിടെ സമ്മാനം ലഭിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഓടുമ്പോൾ സ്തോത്രം എല്ലാവരും കൂടെ കൂട്ടത്തിൽ ഓടുന്ന ഓട്ടക്കാരായി തീരാതെ നിശ്ചയദാർഢ്യത്തോടെ എനിക്ക് ആ വിരുദ്, എനിക്ക് ആ നിത്യത ലഭിക്കണമെന്നുള്ള
ആ ദൃഢനിശ്ചയത്തോടെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി ഹല്ലേലൂയ മുന്നേറുമ്പോഴാണ് നമുക്ക് ആ ബിരുദം പ്രാപിക്കാൻ കഴിയുന്നത്. സ്തോത്രം. അതുപോലെ തന്നെ നമ്മൾ ലാക്കിലേക്ക് ഓടണം. സ്തോത്രം. ഹല്ലേലൂയ. അതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-14 വാക്യത്തിൽ വായിക്കുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിന്നിലുള്ളത് മറന്നും മുൻപിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. നമ്മുടെ പുറകിലുള്ളതെല്ലാം നാം മറക്കണം. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലെ പാവങ്ങളൊക്കെയും ദൈവം നമ്മളോട് ക്ഷമിക്കുവാൻ ഇടയായി തീർന്നു. അല്ലെങ്കിൽ അത് പിന്നീട് കണക്കെടുന്നില്ല. പിന്നീട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബലഹീനതകളും കുറവുകളൊക്കെ വന്നു വീഴുമ്പോൾ യേശുവിൻ്റെ രക്തത്താൽ ഓരോ ദിവസവും കഴുകൽ പ്രാപിച്ച് മുന്നേറുന്നു. അല്ലെങ്കിൽ സ്തോത്രം. നമ്മൾ കണ്ടിന്യൂസ് ആയ ഒരു പാവത്തെ വീണുപോയാൽ അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവം നമ്മൾ ചിലപ്പോൾ ബാലശിക്ഷ കഴിച്ചെന്നിരിക്കും. നാം നിത്യത നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ചില ബാലശിക്ഷകൾ നമ്മളെ കടത്തി വിട്ടെന്ന് വരും. അതെല്ലാം ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഈ ലോക മനുഷ്യരുടെ കൂടെ നമ്മൾ ശിക്ഷാവധിയിൽ അകപ്പെടാതിരിക്കുവാൻ നമ്മളെ ബാലശിക്ഷയുടെ മടക്കി കൊണ്ടുവരും. ഹല്ലേലൂയ. നമ്മൾ ലാക്കിലേക്ക് ഓടണം, ആ നിത്യതയിലേക്ക് ഓടണം. ഹല്ലേലൂയ. പിന്നെ ഹല്ലേലൂയ ഗിൽറ്റി കോൺഷ്യൻസിൽ ഇരിക്കാതെ, അയ്യോ ഞാൻ പാവിയാണെന്നിരിക്കാതെ, പാവിയാണെന്ന് തോന്നുന്നുവെങ്കിൽ യേശുവേ നിന്റെ പാവനോട് ക്ഷമിക്കണമെന്ന് ഹൃദയത്തിൽ നിന്ന് നിലവിളിക്കുന്നുവെങ്കിൽ ദൈവം തീർച്ചയായും രക്തത്താൽ കഴുകി നമ്മുടെ വിശ്വാസത്താൽ നമ്മുടെ പാവങ്ങൾ ക്ഷമിച്ച് നമ്മുടെ ഹൃദയത്തിലെ ആ ഗിൽറ്റി കോൺഷ്യൻസ് മാറ്റിക്കളഞ്ഞ ഒരു ധൈര്യം, ഹല്ലേലൂയ, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കുഞ്ഞാണെന്നുള്ള ഒരു ഉറപ്പും ധൈര്യം നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ ലാക്കിലേക്കാണ് ഓടുന്നത്. ക്രിസ്തുവേശുവിൻ്റെ ദൈവത്തിൻ്റെ പരമ വിളിയുടെ വിരുദിനായി, ഹല്ലേലൂയ, ജയത്തിനായി ലാക്കിലേക്ക് നാം ഓടുകയാണ്. മുൻപിൽ നമുക്കൊരു കിരീടം വെച്ചിട്ടുണ്ട്, ഒരു നിത്യത വെച്ചിട്ടുണ്ട്. അതെനിക്ക് പ്രാപിക്കണമെന്നുള്ള നിശ്ചയത്തോടു കൂടിയാണ് ആ ലാക്കിലേക്ക് നാം ഓടുന്നത്. അത് നാം മറന്നു പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ നമുക്ക് എന്തോ ഉണ്ടായിരിക്കണം? സ്ഥിരതയോടോടണം. ഹല്ലേലൂയ. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-1 വാക്യത്തിൽ പറയുന്നു, ആകയാൽ നാമും സാക്ഷികളുടെ എത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും വിട്ട് നമുക്ക് മുൻപ് വെച്ചിരിക്കുന്ന ഓട്ട സ്ഥിരതയോടോടാം. ഹല്ലേലൂയ. എല്ലാവർക്കും ഈ ആമയുടെയും മുയലിൻ്റെയും കഥ അറിയാം. സ്തോത്രം. ഹല്ലേലൂയ. മുയൽ ഹല്ലേലൂയ വളരെ ഫാസ്റ്റായിട്ട് ഓടി. ഹല്ലേലൂയ. അവന് നല്ല ഓട്ടക്കാരൻ. അവൻ നോക്കിയപ്പോൾ ആമ മെല്ലെ 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 വരിക. സ്തോത്രം. എന്നാൽ ഇച്ചിരി നേരം റെസ്റ്റ് എടുക്കാമെന്ന് ഓർത്ത് മുയൽ കിടന്ന് ഉറങ്ങി. എന്നാൽ ആമ തൻ്റെ കഠിനാധ്വാനവും തൻ്റെ ഓട്ടവും നിർത്തിയില്ല. അവനറിയാം ഞാൻ അപ്പം അവൻ സ്റ്റഡിയായി, സ്തോത്രം, സ്ഥിരതയോടെ, എങ്ങും മയങ്ങാതെ, സ്തോത്രം, ഹല്ലേലൂയ, സ്ഥിരതയോട് ഓടി അവൻ അവിടെ ജയിക്കുവാൻ ഇടയായി തീർന്നു. ഓട്ടക്കളത്തിൽ ഓടുന്നതായ നാമും ഹല്ലേലൂയ, സ്തോത്രം, ആ വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിയപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ആദ്യകാല സ്നേഹത്തിൽ നമ്മൾ വളരെ തിടുക്കത്തിൽ ഓടി, പിന്നെ നാം മന്ദതയിലും മയക്കത്തിലും പാപത്തിലും ലോകമോഹങ്ങളിലും, സ്തോത്രം, നമ്മുടെ ജീവിത ബദ്ധപ്പാടിലും നാം എവിടെയെങ്കിലും മയങ്ങി ഉറങ്ങിയിരിക്കുന്നെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെ ഇരിപ്പാനല്ല. അതിൻ്റെ അവസ്ഥയിലും നിന്റെ ആത്മീയ ജീവിതത്തിന് ഹല്ലേലൂയ ഒരു സ്ഥിരതയോട് ഓട്ടം ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ഹല്ലേലൂയ ഓട്ടക്കളത്തിൽ ജയിക്കാൻ കഴിയത്തുള്ളൂ, വിരുദ് പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ദിവസങ്ങൾ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, ദൈവവചന പ്രകാരം നാം കൽപ്പനകൾ അനുസരിച്ച് കൽപ്പനകളുടെ വഴിയിൽ ഓടണം. നിശ്ചയമുള്ളവരായി ഓടണം. വിരുദിനായി നാം ഓടണം. ലാക്കിലേക്ക് നാം ഓടണം. നിശ്ചയത്തോട് നാം ഓടണം. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ നമുക്ക് എല്ലാവർക്കും ഹല്ലേലൂയ വിരുദ് പ്രാപിച്ച് ആ നിത്യജീവനെ പ്രാപിപ്പാൻ ഇടയായിത്തീരും. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവ് നമ്മളെ എല്ലാവരെയും സ്നേഹിക്കുന്നു. കർത്താവ് വീണ്ടും വരും നമ്മളെ ചേർക്കാൻ. ദൈവം അതിനായി എല്ലാവരെയും ഒരുക്കുമാറാകട്ടെ. ആമേൻ.